എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. താങ്കളൊരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി, മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടി കേരളം ഉടുപ്പിക്കാനുള്ള പിണറായി വിജയൻ. പിണറായി എന്ന് പറയുന്ന വ്യക്തിഗതവൻ ഈ നാട് ഉടുപ്പിക്കും. ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിന് ഒരു വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു 10,000 പോലീസുകാരെ വെക്കുകയും 1023 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു, സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല, DGP ആണല്ലോ. പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി എന്ന കാരണം കൊണ്ടാണ് മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയെ നിരന്തരം പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ വേട്ടയാടിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളം കണ്ടത്, അർദ്ധരാത്രിയോടുകൂടി കണ്ടത്. ഒരു ദിവസമെങ്കിലും ഷാജൻ സ്കറിയെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടൽ കാരണം തച്ചുടച്ചത്, പൊളിഞ്ഞു വീണത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചതോടുകൂടി അവസാനിക്കുകയായിരുന്നു. പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചിരുന്നു. സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകിയതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജൻ ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പറയുകയാണ്. ഏതാണ് കേസെന്ന് പോലും പറയാതായിരുന്നു പോലീസിന്റെ ഈ നാടകീയ നീക്കം. ഇപ്പോഴത്തെ DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജൻ സ്കറിയെ പിന്നാലെ കൂടിയതും അറസ്റ്റ് ചെയ്തതും. കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഷർട്ട് പോലും ഉടുക്കാതെ ലുങ്കി മാത്രം ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുവന്നത്. ഷർട്ട് ഇടുവാൻ പോലുമുള്ള അനുവാദം നൽകിയിരുന്നില്ല. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി ഹാജരാക്കുകയായിരുന്നു. കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. എന്നാൽ അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത്. 2024 ഡിസംബർ 23 മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടൻ വേട്ട തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് ഇതാണ്. മലയാളി വാർത്ത കണ്ടത്. കടുവാപ്പള്ളി പരാതിയുടെ അടിസ്ഥാനം കേരളം ഉടുപ്പിക്കാനുള്ള പിണറായി വിജയൻ. പിണറായി എന്ന് പറയുന്ന വ്യക്തിഗതവൻ ഈ നാട് ഉടുപ്പിക്കും. വ്യക്തിഗതവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എന്നെ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. താങ്കളൊരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും. താങ്കൾക്ക് നിരവധി കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ. എല്ലാം കേരള കേസ്. ഒരു കേസിൽ ജയിലിലടച്ചിട്ടില്ല. ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. താങ്കളെ മർദ്ദിച്ചോ? പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഷർട്ടിടാൻ അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരുമോ? ആരെ വിളിക്കാൻ പോകുന്നു? അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി
പുതിയ ഷർട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഷർട്ട് കാണിച്ചു കൊടുക്കും. ഇടയിൽ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അദ്ദേഹത്തിനെ വസ്ത്രം പോലും ധരിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പോലും ഇടാൻ അനുവദിക്കാതെ തന്നെ അപ്പന്റെയും അമ്മയുടെയും മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. എന്താണ് തനിക്കെതിരായിട്ടുള്ള പരാതി എന്ന് പോലും പറയുന്നില്ല. നമുക്കറിയാം ഈ നിരവധി കേസുകളിലെതിരെയുണ്ട്. ഇതെല്ലാം തന്നെ അപകീർത്തികരമായിട്ടും അതായത് മോശപരമായ കേസുകൾ തരത്തിൽ ഉള്ള കേസുകളാണ് അല്ലെങ്കിൽ പരാതികളാണ് ചാനലിന്റെ വളരെ മോശമായി ശൈലിയാണ് എന്നുള്ളത് മോശമായി എന്താണ് പോലീസ് നടപടി എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റ് ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ ഹലോ ഈ യുവതിക്കെതിരെ അപ്ലോഡ് ചെയ്യുമ്പോൾ തനിക്ക് വലിയ രീതിയിൽ അപകീർത്തികരമായിട്ടുണ്ടാകുന്നു. ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ അങ്ങനെ ചുമ്മാ കോടതിയിൽ രഹസ്യമൊഴി അടക്കം യുവതി നൽകി. ഒരു കള്ള കേസാണ്. ഇത്തരത്തിൽ ഒരു അടിസ്ഥാനം പോലും അറിയിക്കാതെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അഭിഭാഷകരോട് പ്രതികരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്, തുടർ നടപടികൾ വകുപ്പുകളാണ്. 3 വകുപ്പുകളും IT ആക്ടിലെ ഒരു വകുപ്പും KP ആക്ടിലെ ഒരു വകുപ്പുമാണ് ചാർജ് കമ്മിറ്റിയുടെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. പക്ഷേ ഇപ്പോൾ മജിസ്ട്രേറ്റ്
വ്യക്തിപരമായിട്ടുള്ള പരാമർശം ഉണ്ടാകുന്നത് തന്നെ നടത്തുന്ന പരാതി അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് വിജയം എന്നാണ് ഇല്ലേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്ക് 90 വയസ്സേ അപ്പനും അമ്മയാണ്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കൂടെ 10 ദിവസം താമസിക്കാൻ. അപ്പനുള്ള ആരോഗ്യമില്ല. പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് 2 ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എത്തി. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു വഴി തിരിച്ചുപോയി. ഞാൻ ഒരിടത്ത് പോയി 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ എന്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എന്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കണ്ട, മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു. ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞു പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എന്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എന്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിനുശേഷം എന്നെ കൊണ്ട് അറസ്റ്റിന്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു. അതിനകത്ത് കുറേ സെക്ഷൻസ്, എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പം എന്തായാലും IT Act 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പൊ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്ക് അറിയത്തില്ല. അതാണ് എന്റെ വാസ്തവം. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അങ്ങനെ ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവര് അവിടെ തന്നെ കുറെ നേരം ഇരുന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഈ പരാതിക്കാരി താങ്കൾക്ക് അറിയാം? ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെ കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാള് ഇപ്പം കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ. ഇയാള് എന്തോ ഒരു കെൻസ വെൽനസ് സെന്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പൊ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്, ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പൊ ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം. അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടുള്ള താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസിൽ അപകീർത്തി പരാമർശിച്ചിട്ടുള്ള കേസ്, നിരവധി കേസുകളുണ്ട്. ജാമ്യം ലഭിച്ചിട്ടുള്ള ശരിയാണ്, ഇതൊരു രാഷ്ട്രീയ ഭേദം മാത്രമാണെന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന, നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പ്. ഇപ്പൊ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രതി, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇരയുടെ പേര് പോലും പറയാത്തത്. കാരണം ഇരയെ കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത്. എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും, പക്ഷെ ഉപാധി ഇപ്പൊ തന്നിട്ടില്ല. നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത്. എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല. നാളെ കോടതി അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ എനിക്ക് അതൊന്നെ ഡീറ്റെയിൽസും അറിയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ ആഗ്രഹമാണ്. ഒരുപാട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിന്റെ ഒരു വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും 10,000 പോലീസുകാരെ വെക്കുകയും 1023 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു, സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല, DGP ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേൾക്കും,
മാത്രം ഉപകാരം ഇപ്പൊ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യുന്ന ആ ദേബാഷ് എന്താണ് പേര് പോലും ഇരിക്കുന്നത് സാഹിബ്. അപ്പൊ അങ്ങേരുടെ ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം. അല്ലാതെ ഇപ്പൊ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം, അവരൊരു ഈ വൃത്തികെട്ട് കൂട്ടു നീക്കും തോന്നില്ല. പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷെങ്കിൽ പിണറായി ആവണമെന്നില്ല, ഈ DGPയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ 2 ദിവസം ജയിലിൽ അടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം. കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിക്കുണ്ട്, മാത്രമല്ല DGPക്കെതിരെയും അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നു. DGPയും തന്നോട് ശത്രുതാപരമായിട്ടാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനോട് കേസുകളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ ജാള്യത അങ്ങനെ ഒരു കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. എന്തായാലും ഈ പരാതിക്കാരിയെ തനിക്കറിയില്ല, തനിക്കെതിരെ പരാതി കൊടുത്ത ആളെ തനിക്കറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പരാതിയുടെ മറ്റ് വിശദാംശങ്ങളെ കുറിച്ചൊന്നും തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയ ഇപ്പോൾ മടങ്ങിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഷാജൻ സ്കറിയ ജാമ്യം ലഭിച്ചതിന് ശേഷം മടങ്ങുന്നു. ഇന്ന് ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ് ഷാജൻ സ്കറിയയെ പോലീസ്